ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യായല്ലോ അവന്റെ തനി കോണം. എന്റെ മോളെ മോക്ക് അവനെ ശരിക്കും അറിഞ്ഞുളഞ്ഞിട്ടാ. നോക്ക, ഇതൊന്നുമല്ല അവന്റെ കയ്യിരിപ്പ്. കഴിഞ്ഞ ആഴ്ച അവ എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി, വല്ലാത്തൊരു നോട്ടം. ഇനി എല്ലാരും കൂടെ പറഞ്ഞ അച്യുതയെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. അവന്റെ കയ്യിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടല്ലോ, അത് മതി. അയ്യടാ, രക്ഷപ്പെടുത്താൻ വന്നിരിക്കുന്ന ഒരു മുതല്. പെട്ടെന്നൊരു പെണ്ണിന്റെ കൂടെ അവനെ കണ്ടപ്പോ ഒന്ന് പതറി എന്നുള്ളത് നേരാ എന്ന് കരുതി അവനെ വിശ്വസിക്കാതിരിക്കാൻ മാത്രം മണ്ടിയൊന്നുമല്ല ഞാൻ. എനിക്ക് ഉറപ്പാ അവൻ എന്തോ അബദ്ധം പറ്റിയതാ. അറിഞ്ഞുകൊണ്ട് പോളി എന്നെ ചതിക്കില്ല. ഇനി ഇതിന്റെ പേരിൽ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ വന്ന ഞാൻ തനി പോലീസാവും, പറഞ്ഞേക്കാം. കേട്ടോടോ? വല്ല കാര്യമുണ്ടോ? കിളിപോയി. ഭാഗ്യത്തിന് അധികാരം അറിഞ്ഞിട്ടില്ല. ഇനി ആ നായരും ശിങ്കടിയിലും കൂടി പറഞ്ഞു പരത്തായിരുന്നാ മതി. ഒന്നും വേണ്ടായിരുന്നു. അശ്വതിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഉരുകുകയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കണ്ടെന്ന്. ഇനി അവളെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഏയ്, അതൊന്നും സാരമില്ല. അവൾക്ക് എന്നെ അറിയാം. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതെങ്ങാനും അമ്മ അറിയുമെന്ന് എൻ്റെ പേടി. അത് പറഞ്ഞപ്പോളാ നിന്റെ അമ്മ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. നിന്നെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. വീട്ടിലേക്കൊന്നും പറഞ്ഞേ കുറച്ച് ചക്കട തന്നിട്ടാ പോയത്. സംഭവം പുന്നാരമോന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്നിട്ട് അടയോടെ അത് ഞാനും അച്ഛനും കൂടി തിന്നു തീർത്തു. അല്ല, വെച്ചോണ്ടിരുന്ന ചെത്തിയോ. പിന്നെ നീ ഇത്ര പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നു ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ ഉണ്ടയില്ല അടയില്ല. ഉണ്ടയാ? ജയിലിലാണെങ്കിൽ ഗോതമ്പുണ്ടയിലും കിട്ടിയേനും. ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്താ അവര് ചെയ്യുന്നത്? ഇതാവുമ്പോ ഒരു 20,000 രൂപ വന്ന സാധനം നാളെ കയ്യിലേക്ക് വരും. എടാ തങ്കപ്പൻ, നിങ്ങൾ അറിയോ ഇയാളെ? അറിയുമെന്നോ? ഇവനല്ലേ ഞങ്ങളെ ജയിലിലാക്കിയത്. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.